ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹീറോയിനും എല്ലാരും കൂടി ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്ന സമയത്ത് ഹീറോയിനെ കിസ് ചെയ്തായിരുന്നല്ലോ. അവളാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ആ കാഴ്ചയിൽ അവിടെയുള്ള എല്ലാവരും ഷോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അവള് അങ്ങനെ ഓടിപ്പോകുന്നുണ്ടിട്ട് ഹീറോ വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. അയ്യോ, ചെയ്തത് തെറ്റായി പോയോ, ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൻ വിചാരിക്കുന്നു. ഹീറോയിൻ നേരെ അവിടെ നിന്ന് ഓടി വാഷ്റൂമിലേക്കാണ് പോയത്. വൃത്തികെട്ടവൻ, അവൻ എങ്ങനെ തോന്നി കണ്ട പെണ്ണുങ്ങളോടൊക്കെ നടന്നിട്ട് എന്നെ വന്ന് കിസ് ചെയ്യാൻ? അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞ് അവള് വല്ലാതെ ദേഷ്യപ്പെടുകയും അവന് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെ ചെയ്തേന്ന് അവള് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, അതിലിപ്പോൾ എന്താണ് തെറ്റുള്ളത് എന്നവൻ തിരിച്ചും പറയുന്നു. അതിന് ഹീറോയിൻ, നമ്മളിരുവരും ഒരു കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്തിരിക്കുന്നത്, നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിക്കൂടാ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളേ എന്ന് പറഞ്ഞ് അവൾ അവനോട് വഴക്കിടുന്നു. അവളെ നേരിൽ കണ്ട് സമാധാനപ്പെടുത്തി മതിയാവുമെന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോ കാറും കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ നിന്നെ ഹോസ്റ്റലിലേക്ക് ഡ്രോപ്പ് ചെയ്യാം, അതുമാത്രമല്ല എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ കാറിലേക്ക് കയറുകയും എനിക്ക് ഹോസ്റ്റലിലേക്കാണ് പോകേണ്ടത്, അടുത്ത ബസ് സ്റ്റോപ്പിൽ എന്നെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറയുന്നു. ഹീറോ ആവട്ടെ, എനിക്ക് ലൂഷ്യാനുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ ജസ്റ്റ് അവളുടെ പാർട്ടിക്ക് വന്നേ എന്നുള്ളൂ എന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ നീ ആരോടെ വേണമെങ്കിലും പോക്കോ, എനിക്ക് അതിനിപ്പോൾ എന്താ, പക്ഷെ എന്തിനാ എന്നെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണമെന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, അതിന് ഞാൻ സോറി പറയാന്ന് പറയുമ്പോൾ അതിന് എനിക്ക് യാതൊരു ടെൻഷനുമില്ല, നിനക്ക് കാറുണ്ട്, നീ അതിൽ ഏത് സമയവും ഊര് ചുറ്റിക്കൊണ്ടേയിരിക്കും, അതുമാത്രമല്ല പ്രായത്തിന് മൂത്ത സ്ത്രീകളുമായി ഏത് സമയത്തും കറങ്ങിക്കൊണ്ടേയിരിക്കും, അതിനെക്കുറിച്ച് ഓർത്ത് നിനക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് അവള് പറയുന്നു. ഓ, അതാണോ നിന്റെ പ്രശ്നം? ആക്ച്വലി 10 വയസ്സല്ല 16 വയസ്സിന് വ്യത്യാസമുണ്ട്, അതെന്റെ ചേച്ചിയാണെന്ന് ഹീറോ വെളിപ്പെടുത്തുന്നു. അയ്യോ, ആകെ നാണക്കേടായി പോലും, ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കുമെന്ന ചിന്തയിൽ തന്നെ ഹീറോയിൻ മിണ്ടാതെ ഇരിക്കുന്ന കണ്ടപ്പോൾ നീ നന്നായി പഠിക്കും, അതുപോലെ തന്നെ കാണാനും സുന്ദരിയാണ്, പിന്നെ ഇങ്ങനൊരു വേഷത്തിലും കോലത്തിലും ഇവിടേക്ക് വരേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഹീറോ തിരക്കുന്നു. അതുമാത്രമല്ല അവള് നിന്നെ എത്രയൊക്കെ അപമാനിച്ചിട്ടും ഒരക്ഷരം പോലും നീ മറുത്തു പറഞ്ഞതുമില്ല, ഒരു മന്ദബുദ്ധിയെ പോലെ അഭിനയിക്കുകയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? അത് വേറെ ഒന്നുമില്ല, ഇതും എന്റെ ഒരു പാർട്ട് ടൈം ജോബാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ എന്തിനാണ് നീ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രയും പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പണത്തിന് വേണ്ടി എന്റെ അമ്മയെ ശല്യം ചെയ്യാനും സാധിക്കില്ല, അതുമാത്രമല്ല അവർക്കൊരു കുട്ടിയും കൂടിയുണ്ട്, പിന്നെ അവരുടെ കാര്യം തന്നെ വളരെ കഷ്ടത്തിലാണ്. അതിന് ഹീറോ ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായി നോക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അവൾ പറയുന്നു. പിന്നീട് ഹീറോ ലൂഷ്യാനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഹീറോയിന് അത്ര രസിക്കുന്നില്ല. നിനക്കെന്താ, അതിന്റെ സഹോദരിയുടെ മകളുണ്ടല്ലോ, നല്ല സുന്ദരിയുമാണ്, നല്ല പണക്കാരിയുമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവൾ ഓവറായി സംസാരിക്കുന്നു. അപ്പോൾ നീ എന്നെ പ്രണയിക്കുന്നില്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നെ പ്രണയിക്കുക, എനിക്കതിനുള്ള അർഹതയുണ്ടോ, പണമില്ല, എന്നെ കൊണ്ട് നിനക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചു തരാൻ സാധിക്കില്ല എന്നൊക്കെ വായി തോന്നിയതൊക്കെ അവൾ അവിടെ ഇരുന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. എപ്പോഴാണ് നീ ഒന്ന് വായടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അവിടെ അവളെ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ച് കിസ് ചെയ്യുന്നു. അവനോട് വളരെയധികം ദേഷ്യം തോന്നിയ ഹീറോയിനാവട്ടെ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, നീ കൂടെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നു. ഞാൻ എന്താ ചെയ്യുക, നീ ഈ വായൊന്ന് അടയ്ക്കണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ, അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ അവളെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഹീറോയുടെ കാറിൽ നിന്ന് ഹീറോയിൻ ഇറങ്ങിപ്പോകുന്നത് അവളെ ഇഷ്ടമല്ലാത്ത ഒരു ഹോസ്റ്റൽ മേറ്റ് ഉണ്ടല്ലോ അവള് കാണുകയും ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഹീറോയുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോയും അവൾ എടുത്തു വെക്കുന്നു. പിറ്റേ ദിവസം മുത്തശ്ശി ഹീറോയെ വിളിച്ചിട്ട് നിന്റെ വീട് അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ, ഞാൻ അവിടേക്ക് വരുക, ഒരാഴ്ച ഇനി അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്, ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും, നീ നിന്റെ വൈഫും വീട്ടിൽ കാണണമെന്ന് പറഞ്ഞ് അവര് കോള് വെക്കുന്നുണ്ട്. ഹീറോ ധൃതിയിൽ തന്നെ ഹീറോയിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവളിപ്പോൾ ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത്, ആ വിവരം മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, അവള് വീട്ടിലല്ല ഹോസ്റ്റലിലാണ് താമസം എന്ന് അറിഞ്ഞാൽ മുത്തശ്ശി വിഷമിക്കുമെന്ന് ഹീറോയിന്റെ അടുത്ത് ഹീറോ മെസ്സേജ് അയച്ച് പറയുമ്പോൾ അവളും അതിനെ സമ്മതിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ കത്തിയും കൊണ്ടുവന്ന് ഹീറോയിന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, അവളുടെ രണ്ടാനച്ഛന്റെ മകനായിരുന്നു. അത് അവനെ കൊണ്ടാണ് അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഒന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് 6 ലക്ഷം വാങ്ങി എന്റെ അച്ഛൻ്റെ കൈ കൊടുക്ക്, അല്ലെങ്കിൽ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് ആ യുവാവ് കത്തി കാണിച്ചവളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഹീറോയിനും അവളുടെ കയ്യിൽ ഒരു കത്തി സൂക്ഷിച്ചിരുന്നു, അതവള് പുറത്തേക്ക് എടുക്കുന്നുമുണ്ട്. ഞാൻ ചോദിച്ചിരുന്ന നീ മറുപടി പറയില്ലേടി എന്ന് ചോദിച്ച് ആ യുവാവ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടുന്ന് സീൻ കട്ടാവുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ അമ്മയെ കാണാനായി വീട്ടിലേക്ക് വരികയും രണ്ടാനച്ഛനാണ് വാതിൽ തുറക്കുകയും ചെയ്യുന്നത്. എന്താണ് കാര്യമെന്നറിയില്ല. എന്നാൽ രണ്ടാനച്ഛൻ അവനോട് മറ്റൊന്നും ചോദിച്ചതുമില്ല, അയാൾ അവിടുന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. അവളുടെ അമ്മ വന്നിട്ട് എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ ഹീറോയിൻ ഇതുവരെ വീട്ടിലെത്തിയില്ല എന്നും ഇവിടെ വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്, നൈറ്റ് വീട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആണെന്ന് അവൻ പറയുന്നു. ഇല്ല മോനെ, ഇവിടേക്ക് വരാൻ നമ്മൾ പറഞ്ഞതുമില്ല വിളിച്ചതുമില്ലല്ലോ എന്നവർ പറയുന്നത് കേട്ടപ്പോൾ ഹീറോ ധൃതിയിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഹീറോ അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിന്റെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ആ കോള്. നിങ്ങളുടെ മകള് ഒരു യുവാവിനെ അടിക്കുകയും ആ യുവാവിന്റെ കൈക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ആ കോള്. ഈ വിവരമൊക്കെ രണ്ടാനച്ഛനോട് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ രണ്ടാനച്ഛനും കോള് വരുന്നുണ്ട്. നിങ്ങളുടെ മകനെ ഒരു പെൺകുട്ടി അടിച്ചെന്നും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് കോള് വെക്കുന്നു. അമ്മ വല്ലാതെ പേടിയോടെയാണ് അവളുടെ അടുത്തേക്ക് ചെന്നത്. ഒന്നുമില്ല അമ്മ, നിങ്ങളുടെ ഭർത്താവിന്റെ മകൻ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചേന്ന് അവള് അമ്മയെടുത്ത് പറയുന്നുണ്ട്.
അവളുടെ ഫോണിന് ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയത്. ചാർജിനിട്ട ഉടനെ തന്നെ ഹീറോ അവളെ വിളിക്കുന്നുണ്ട്. അവൾ എല്ലാ വിഷയത്തെപ്പറ്റിയും ഹീറോയോട് പറയുന്നുണ്ട്. അതേസമയം തന്നെയാണ് അവളുടെ രണ്ടണ്ണച്ചനും അവിടേക്ക് വന്നത്. എന്റെ മകനെ അടിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടായോ? അവനെന്തെങ്കിലും പറ്റിയാൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഇപ്പോൾ നീ ചെയ്തതിന്റെ കൂലി നിനക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഹീറോയിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. കറക്റ്റായ സമയത്ത് തന്നെ ഹീറോ വന്ന് അയാളുടെ കയ്യിൽ ഞെരുക്കി പിടിച്ചുകൊണ്ട് അയാളെ പിന്നോട്ട് തള്ളുന്നുണ്ട്. ഹീറോയിനെ ഹഗ് ചെയ്തതിനു ശേഷം നിനക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് ഭയന്നു പോയി എന്നവൻ പറയുന്നുണ്ട്. അവന്റെ ഈ പ്രവൃത്തിയിൽ ഹീറോയിനും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇതേ സമയം തന്നെ കസിൻ ബ്രദർ അവന്റെ അടുത്ത് വന്നിട്ട് ഹീറോയിന് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സെൽഫ് ഡിഫൻസ് മാത്രമാണ്. അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവള് അയാളെ തിരിച്ചുപദ്രവിച്ചു, അത്രയേ ഉള്ളൂ. സോ ബെയിലിന് നമുക്ക് ഹീറോയിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഹീറോ എടുത്ത് പറയുമ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് അവളുടെ 2 കൈവിരലിൽ മുറിവ് പറ്റിയിരിക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ അവളെ ഉപദ്രവിച്ചതുകൊണ്ടാണ് ആ മുറിവ് സംഭവിച്ചതെന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. രണ്ടാനച്ഛൻ അവിടെ പോലീസുകാരോട് വഴക്കിനൊരുങ്ങുന്നുണ്ട്. എങ്ങനെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ മകനെ ഉപദ്രവിച്ചത് അവൾ തന്നെയാണ്, ഇവിടെ നിന്ന് അവളെ വെറുതെ വിടാൻ സാധിക്കില്ല എന്നും അയാൾ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആവട്ടെ നിങ്ങളുടെ മകനെ ഈ പെൺകുട്ടി ഉപദ്രവിച്ചതിന് ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മകനാണ് ഈ പെൺകുട്ടി ഉപദ്രവിച്ചത്, അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, പോകാമെന്നും അവർ പറയുന്നു. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രണ്ടാനച്ഛൻ വീണ്ടും അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടിട്ട് അവിടെയുള്ള CCTV എല്ലാം ചെക്ക് ചെയ്തിട്ട് ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കുമെന്നും അയാൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഹീറോ ആണെങ്കിൽ ഇതേ സമയം ഹീറോയിനെ എടുത്തിട്ട് നിനക്കിപ്പോൾ റെസ്റ്റ് ആണ് ആവശ്യമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവളുടെ മുറിവിലൊക്കെ മെഡിസിൻ വെച്ച് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം അവൾക്ക് ഫുഡൊക്കെ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശി വന്നായിരുന്നോ എന്ന് അവൾ അവനോട് തിരക്കുമ്പോൾ മുത്തശ്ശി വന്നായിരുന്നു, ഇപ്പോൾ ഉറങ്ങുകയാണെന്നും പറയുന്നു. എന്നാൽ പിന്നെ നാളെ സംസാരിക്കാമെന്നും അവൾ പറയുമ്പോൾ തന്നെ ഇന്ന് ഞാൻ സോഫയിൽ കിടന്നോളാമെന്നും അവനോട് അവൾ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ വന്നു കയറിയപ്പോൾ തന്നെ നമ്മളിരുവരും ഫേക്ക് കപ്പിൾസ് ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുമെന്നും അവൻ പറയുന്നു. 2 പേർക്കും കട്ടിലിൽ കിടക്കാവുന്ന കാര്യമേ ഉള്ളൂ. കട്ടിൽ വളരെ വലുതാണ്, 2 പേർക്ക് കിടക്കാനും സാധിക്കും. അതുമാത്രമല്ല ഒരു തരത്തിലും ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനും പോകുന്നില്ല. വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവണ്ട, വന്ന് കിടക്കാൻ നോക്കെന്ന് പറയുമ്പോൾ ഹീറോ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പേ ഹീറോയിൻ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. അവളുടെ ഉറക്കം കണ്ടിട്ട് വളരെ ടയേർഡായിട്ട് ഉറങ്ങുന്ന പോലെ തോന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഹീറോയിൻ കിടക്കുന്നത്. പിറ്റേ ദിവസം ഹീറോയിൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഹീറോ ആണെങ്കിൽ ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് അവളെ വിളിക്കാനായി വരുന്നുമുണ്ട്. പരിഭ്രാന്തിയോടെ തന്നെ മുത്തശ്ശി എഴുന്നേറ്റോ നമ്മൾ തിരക്കുമ്പോൾ മുത്തശ്ശി എപ്പോഴും എഴുന്നേറ്റോ എന്ന് അവൻ പറയുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ഇഷ്ടമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അവരൊരു മുത്തശ്ശിയോട് പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അവള് ചെറിയച്ഛനെ കാണാൻ പോയിരുന്നു എന്ന് കള്ളത്തരമാണ് മുത്തശ്ശിയോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം താൻ പോവുകയാണെന്ന് മുത്തശ്ശി അറിയിക്കുന്നു. മോൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പാർട്ട് ടൈം ജോബിനാണെന്ന് കേട്ടപ്പോൾ തന്നെ എടാ നീ ഇതുവരെ അവളുടെ കാര്യങ്ങളൊന്നും നല്ലപോലെ നോക്കുന്നില്ലേ, നീ വലിയ ആളാന്നുള്ള വിവരമൊന്നും അവളോട് മറച്ചു വെച്ചതിരിക്കട്ടെ എന്നും പറഞ്ഞ് നിന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിലോ അവൾക്ക് ചെലവിന് കൊടുക്കാൻ പോലും നിന്റെ കയ്യിൽ കാശില്ലെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞിരിക്കുകയാണോ? ഇത് ഞാൻ സമ്മതിക്കില്ല. എങ്ങനെ പെരുമാറാൻ തോന്നിയെന്ന് ചോദിച്ചവനെ കണ്ണുപൊട്ട ചീത്ത പറയുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്. അവള് സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തമായി സമ്പാദിക്കണമെന്നും ആഗ്രഹിക്കുന്നു, അല്ലാതെ ആരുടെയും പണം കൊണ്ടോ സമ്പത്തോണ്ടോ ജീവിക്കാനായി അവൾ ആഗ്രഹിക്കുന്നില്ല, അല്ലാതെ എന്റെ തെറ്റൊന്നും അല്ല എന്ന് ഹീറോ വ്യക്തമാക്കുന്നു. ഹീറോനെ ഇന്നലെ ആക്രമിക്കാൻ ശ്രമിച്ച സ്ഥലത്തെ CCTV ദൃശ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഹീറോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ തെളിവുകളെല്ലാം പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സത്യം എന്താണെന്ന് തെളിയുന്നുണ്ട്. ഹീറോയിനെ രണ്ടനച്ഛന്റെ മകൻ ഉപദ്രവിച്ചാണെന്ന് മനസ്സിലാവുകയും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ യുവാവിനെ അവൾ ഉപദ്രവിച്ചതെന്നും മനസ്സിലാവുന്നു. അയ്യോ എന്റെ മകൻ പാവമാണ്, ഓൾറെഡി അവന് തീരെ വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആണല്ലോ, അവനെ വെറുതെ വിടണമെന്ന് പോലീസുകാരനോട് രണ്ടനച്ഛൻ അപേക്ഷിക്കുന്നു. അങ്ങനെയൊന്നും അവനെ വെറുതെ വിടാൻ സാധിക്കില്ല. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതും അവൻ തന്നെയാണ്. അതുമാത്രമല്ല ഇത് ഭയങ്കര ക്രൈമാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവനെ ജയിലിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്നും പോലീസുകാർ വ്യക്തമാക്കുന്നു. രണ്ടാനച്ഛനും ഒന്നും പറയാനില്ലാതെ സൈലന്റായി അവിടെ തന്നെ നിൽക്കുന്നു. പിന്നീട് വീട്ടിൽ ചെന്നപ്പോഴോ മുത്തശ്ശി വീട്ടിൽ നിന്ന് പോയിരുന്നില്ല. എന്താ മുത്തശ്ശി ഇന്ന് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാനിന്നും പോകുന്നില്ല, എനിക്കാണെങ്കിൽ അവിടെ ചെന്നാൽ തീരെ ഉറക്കം വരില്ല, ഈ ബെഡിൽ കിടന്നാലേ ഉറക്കം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിന്റെ ബെഡ്റൂമിലേക്ക് അവർ പോകുന്നു. അങ്ങനെ ഹീറോയിനും പെട്ടുപോകുന്നുണ്ട്. ഹീറോ അവിടെ എനിക്ക് സ്റ്റഡി റൂമിൽ കുറച്ച് വർക്കുണ്ട്, വർക്കൊക്കെ കഴിഞ്ഞ് ലേറ്റായ മുറിയിലേക്ക് വരും, അതുകൊണ്ട് നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ലേറ്റായി കിടന്നതുകൊണ്ട് തന്നെ ഹീറോ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഹീറോയിനാവട്ടെ നേരത്തെ എഴുന്നേറ്റിരുന്നു. അവളാണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടി ചെറിയൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ ടേബിളിന് പുറത്ത് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ആ നോട്ടിലുണ്ടായിരുന്നത്. ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു സിൽക്ക് മോഡലിലെ ഷർട്ടായിരുന്നു. അതിൽ നിറയെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഹീറോ അങ്ങനെ ഒരു ഷർട്ട് ഇട്ടിട്ടേ ഇല്ല. ഹീറോയിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ, അതും ധരിച്ചുകൊണ്ടാണ് അവൻ കമ്പനിയിലേക്ക് പോകുന്നത്. കസിൻ ബ്രദറിനാണെങ്കിൽ അവനെ ഷർട്ട് ഇട്ടേക്കുന്ന കണ്ടിട്ട് വല്ലാതെ ചിരി വരുന്നുണ്ട്. അവനാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ചിരി കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. കമ്പനിയിൽ ചെന്നിറങ്ങിയപ്പോഴോ ലൂഷ്യാൻ അവിടെ മീഡിയയൊക്കെ വിളിച്ചുകൂട്ടി ഹീറോയെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ ഭ്രാന്ത് പിടിച്ച പെണ്ണ് എന്നെ സമാധാനമായി വിടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഹീറോ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോ വളരെ ദേഷ്യത്തിൽ തന്നെ ഇനി ഇതിനപ്പുറം നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ വല്ലാതെ അപ്സെറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്.
കറക്റ്റായിട്ട് ഹീറോയിന് ഇഷ്ടമല്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ലൂഷ്യന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി നിന്റെ അമ്മയുടെ അനിയന്റെ കാറിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ചിലപ്പോൾ അവളായിരിക്കുമോ അവന്റെ വൈഫ് എന്ന രീതിയിലാണ് അവള് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് അറിഞ്ഞിട്ട് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് ലൂഷ്യൻ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു. ലൂഷ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അമ്മ കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ഹീറോ അവന്റെ അമ്മയെടുത്ത് തിരക്കുന്നുണ്ട്. ഞാനിതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ലൂഷ്യന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, നിന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്തത്, നിനക്ക് അവളെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന്. അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നേ എന്നും ഹീറോയുടെ അമ്മ പറയുന്നുണ്ട്. പിന്നീട് ലൂഷ്യനാവട്ടെ ഹീറോയിനെ കണ്ടെത്തുന്നുണ്ട്. ഹീറോയുടെ വൈഫ് അവൾ തന്നെയാണെന്നും അവൾ കണ്ടുപിടിച്ചിരുന്നു. നീ അല്ലേ ഹീറോയുടെ വൈഫ് എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഹീറോയിന്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവളെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള മട്ടിൽ തന്നെ ഹീറോയിനും അവളെ നോക്കുന്നുണ്ട്. എന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിനെ അവൾ അടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നീ ഒന്ന് കൈവച്ച് നോക്കൂ, നിന്റെ കാര്യം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോ ലൂഷ്യന്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇതാണ് എന്റെ വൈഫ് എത്ര സുന്ദരിയാണെന്ന് കണ്ടല്ലോ, അപ്പോൾ ഞാൻ നിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ദയവ് ചെയ്ത് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്, നീ ഇനി എന്റെ പിന്നാലെ ചുറ്റരുത്, ദയവ് ചെയ്ത് നീ എന്നെ മറക്കണം, ഇനി എന്റെ പിന്നാലെ നടക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി ഹീറോയിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയതുടനെ തന്നെ അവൻ അവളെ പിടിച്ചിരുത്തിയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുകയാണ്, താൻ ഒരിക്കലും ലൂഷ്യനെ പ്രണയിച്ചിട്ടുമില്ല, പ്രണയമുള്ളതുപോലെ അവളോട് പെരുമാറിയിട്ടുമില്ല, എനിക്കാണെങ്കിൽ അവളുടെ മേൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ഹീറോയിൻ സൈലന്റ് ആയി തന്നെ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ എന്തിനാണ് ഇവൻ എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ എന്ന് ആലോചിച്ചുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും അതുപോലെ ഫാമിലിയിലുള്ള എല്ലാവരും എന്നെ കാണണമെന്ന് ആഗ്രഹപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീയും എന്നോടൊപ്പം വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഹീറോയിൻ അതിന് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം ആവട്ടെ ചെറിയമ്മയും അവരുടെ മകളും ഹീറോയിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവളിവിടെ വരട്ടെ, അവൾ എങ്ങനെയാണ് ചേട്ടനെ മയക്കിയെന്ന് അറിയണം, എന്റെ ചേച്ചിയെക്കാട്ടിലും സുന്ദരിയാണ് അവൾ, എന്തായാലും അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തിലിരിക്കുകയായിരുന്നു ചെറിയമ്മയുടെ മകൾ. ഹീറോയിൻ അങ്ങനെ അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും അവളെ കാണുമ്പോൾ തന്നെ വല്ലാതെ ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയുടെ ചെറിയമ്മയുടെ മകൾ അവിടേക്ക് വരുന്നത്. എടി ദ്രോഹിണി, എന്നെ പറ്റിച്ചോ എന്ന് ഹീറോയിനെ നോക്കിയ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പറ്റിച്ചെന്നോ? ഞാൻ എങ്ങനെയാ നിന്നെ പറ്റിച്ചെന്നാ നീ പറഞ്ഞു വരുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് നീ പറഞ്ഞില്ല, എന്റെ ചേട്ടനെയാ നീ വിവാഹം കഴിച്ചെന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. നിന്റെ ചേട്ടനെയോ? നിന്റെ ചേട്ടനല്ലേ ആക്ച്വലി ലൂ ആ CEO എന്നൊക്കെ അവള് ചോദിക്കുമ്പോൾ, അതെ എന്റെ ചേട്ടൻ തന്നെയാ ഈ നിൽക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് തലക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ആ പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നു. ഹീറോയും വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. അയ്യോ പെട്ടുപോയല്ലോ, ഞാൻ സത്യം പറയുന്നതിന് മുമ്പേ അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിലെല്ലാം അറിഞ്ഞല്ലോ എന്ന് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നു. നീയാണോ ലൂ എന്ന് അവൾ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ എന്നവൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഹീറോയിൻ വല്ലാതെ ടെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഹീറോയിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പയ്യനാണെങ്കിൽ നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സത്യങ്ങൾ ഇതുവരെ തുറന്നു പറയാതിരുന്നത്, നീ വേറൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ അവളോട് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിപ്പോകുന്നു. ഞാൻ പറയുന്നത് സമാധാനമായി ഒന്ന് കേൾക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഞാൻ നിന്റെ പണത്തിനെ ആഗ്രഹിക്കുമെന്ന് കരുതിയിട്ടല്ലേ നീ പണക്കാരനാന്നുള്ള വിവരം എന്നോട് മറച്ചു വെച്ചത്, നീ ഒരു പണക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ വിവാഹമേ കഴിക്കില്ലായിരുന്നു എന്നവൾ പറയുന്നു. ഹീറോ അവളെ പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ആദ്യമേ നീ ആരാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്, ഞാൻ നിന്നോട് സത്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ സത്യങ്ങൾ അറിയുമ്പോൾ ഞാൻ നിന്നെ ഇത്രയും നാള് കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞ് നീ എന്നെ വിട്ടിട്ട് പോകുമോ എന്ന് പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. ഇപ്പോൾ നീ സത്യങ്ങളെല്ലാം തനിയെ മനസ്സിലാക്കി, നീ എന്നെ മനസ്സിലാക്കണം പ്ലീസ് എന്ന് ഹീറോ പറയുമ്പോൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് ഹീറോയിൻ എടുത്തടിച്ച പോലെ പറയുന്നു. എന്ത് സംഭവിച്ചാലും ഡിവോഴ്സ് മാത്രം നൽകില്ല എന്ന് ഹീറോയും, എന്തൊക്കെയായാലും അവനോടൊപ്പം ഇനി ജീവിക്കില്ല എന്നും പറഞ്ഞ് ഹീറോയിനും തർക്കിക്കുന്നു. എങ്ങനെയും അവളെ സമാധാനപ്പെടുത്തിയേ മതിയാവൂന്ന് കരുതിയ ഹീറോ ആവട്ടെ അവളുടെ കാൽക്കൽ മുട്ടുകുത്തി ഇരുന്നിട്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ കള്ളത്തരം പറഞ്ഞതും എന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചതും തെറ്റ് തന്നെയാണ്, എന്നാൽ എന്നെ മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായും ശരിയായ സമയത്ത് നിന്നോട് സത്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരുന്നതാണ്, ഇത്രയും നാളെ നിന്നോടത് മറച്ചു വെച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞ് ഹീറോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശിക്ക് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള വിവരം ഹീറോയ്ക്ക് ലഭിക്കുന്നത്. ഹീറോയും ഹീറോയിനും വല്ലാതെ പരിഭ്രാന്തിയോടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് ആയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്. സർജറിയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശി കുറച്ചൊന്ന് റിക്കവർ ആയ സമയത്ത് ഹീറോയിന്റെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ കൊച്ചുമകന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്, എന്റെ കൊച്ചുമകനോട് നീ ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ചെറുമകളെയും ഹീറോയിനെ വിളിച്ചിരുത്തി മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. കൊച്ചുമകളോട് അവർ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഇവൾ, വളരെ നല്ല പെൺകുട്ടിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ആരെയും ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തിലൂടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്, അവൾ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്, ഇപ്പോഴാണ് സ്വയം സമ്പാദിച്ച് ജീവിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും നിന്റെ ചേട്ടത്തിയെ തെറ്റിദ്ധരിക്കാനോ മോശക്കാരിയെ കാണാനോ പാടില്ല.
ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ പെൺകുട്ടിയെ ഉപദേശിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവളോട് ക്ഷമ ചോദിച്ചിട്ട് പോലും ഹീറോ എടുത്ത് മിണ്ടുകയോ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ പോലും ചെയ്യാതെ ഹോസ്റ്റലിൽ പോയി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. അവള് തന്നെ വിട്ടിട്ട് പോകുമോ എന്നൊരു ഭയം ഹീറോയുടെ ഉള്ളിൽ കയറി കൂടിയിരുന്നു. അതിന്റെ കൂടെ തന്നെ ഹീറോയുടെ കസിൻ ബ്രദറും കൂടെ വന്ന് അവനെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിനക്ക് പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയത്തില്ല. അവര് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അതിനർത്ഥം വേണമെന്നാണ്. ഇനി അവര് വേണമെന്ന് പറഞ്ഞാൽ പോലും അതിനർത്ഥം വേണമെന്ന് തന്നെയാണ്. വേണ്ടെന്ന് പറഞ്ഞാലും വേണമെന്ന് തന്നെയാണ് അർത്ഥം. അതുപോലെ ഒരുപാട് നിറയെ കുഴപ്പമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരോട് നന്നായി സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഏതൊരു ഡിസിഷനും നമ്മൾ എടുക്കാൻ പാടുള്ളൂ. മുത്തശ്ശി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ അറിയിക്കുക. എന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സമാധാനപ്പെടുത്താൻ നോക്കുന്ന ഒരു ഐഡിയയും ഹീറോയ്ക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞിരിക്കുക. നൈറ്റ് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് ഹീറോയിന് ഹീറോ മെസ്സേജ് അയക്കുന്നുണ്ട്. മുത്തശ്ശി മടങ്ങി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കരുതി ഹീറോയിനും വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഹീറോ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. മുത്തശ്ശി നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞയാണ് നിന്നെ കാണാൻ വേണ്ടിട്ടെന്ന് ഹീറോ പറയുമ്പോൾ വീണ്ടും എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് നേരെ ചെവിയൊന്ന് സംസാരിക്കാനുള്ള അവസരം പോലും നീ തന്നിട്ടില്ല, പിന്നെ നിന്നെ എങ്ങനെയാ ഞാനൊന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനും ഹീറോയിന് വേണ്ടി ഫുഡൊക്കെ തയ്യാറാക്കി വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹീറോയിനെ എങ്ങനെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവളുടെ ദേഷ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ടും അവൻ എന്തൊക്കെയോ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ തയ്യാറാക്കിയ ഭക്ഷണം അവൾക്ക് വായിൽ പോലും തൊടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പുളിയും ഉപ്പും ഒക്കെ ആയിരുന്നു എല്ലാത്തിലും. അവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ ഫുഡ് തീരെ ശരിയായില്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു ദിവസം പോലും നിന്നെ ഒരു മോശക്കാരിയായിട്ടോ നിന്നെ പറ്റിക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ തന്റെ ഒരു ചെറിയ തെറ്റിന് ഇത്രയും വലിയ വിഷമം താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോഴെങ്കിലും നീ എന്നോടൊന്ന് ക്ഷമിക്കുമോ എന്ന് അവളോട് അവൻ യാചന രൂപേണ ചോദിക്കുമ്പോൾ ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ ഹീറോയിൻ തലയാട്ടുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ മോതിരം പുറത്തേക്കെടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഹീറോയിനും സന്തോഷമാവുന്നുണ്ട്. അവളെ കൈവിരൽ അവന്റെ നേർക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോഴാണെന്ന് ജീവൻ വീഴുന്നത് തന്നെ. അവള് തന്നെ വിട്ടിട്ട് പോകുന്ന വല്ലാതെ ഭയന്നിരുന്നവനാവട്ടെ ഇപ്പോൾ അവളുടെ കൈവിരലിലേക്ക് മോതിരം ധരിപ്പിച്ചതിന് ശേഷം അവളെ ഹഗ് ചെയ്യുന്നു. ഇതിനപ്പുറം ഇനി എന്തിനു വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോ അവളെ കിസ് ചെയ്യുകയും അന്നത്തെ രാത്രി അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഹീറോയിന്റെ അമ്മയുടെ കോൾ കണ്ടിട്ടാണ് പിറ്റേ ദിവസം അവൾ ഉണരുന്നത്. അവരാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മുതൽ കരയുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞവൾ ധൃതിയിൽ കോൾ കട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. രാത്രി മുഴുവൻ അവളുടെ അമ്മയും ആ കൊച്ചുകുട്ടിയെയും അവളുടെ രണ്ടാനച്ഛൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് വന്നിട്ട് പോലും അയാൾ അമ്മയുടെ ദേഹത്ത് കൈവയ്ക്കാൻ തുടങ്ങുന്നു. ഇതിനപ്പുറം ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവിടെ രണ്ടാനച്ഛന്റെ കരണം നോക്കി ഒരു ഇടി വെച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ സഹോദരി ഓർത്തിട്ടാണ് ഇത്രയും നാൾ ഇയാളോടൊപ്പം പൊരുത്തപ്പെട്ടുവാൻ ശ്രമിച്ചെന്നും ഇയാളിപ്പോൾ ആ കൊച്ചുകുട്ടിയെ പോലെ ഉപദ്രവിക്കുകയാണെന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നു. അതുമാത്രമല്ല ഇനി അയാളോടൊപ്പം ഇങ്ങനെ സഹിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നും പറയുന്നു. നീ എന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ? ഇതിനപ്പുറം എന്നെ വിട്ടിട്ട് നീ എവിടെ പോയി ജീവിക്കോടി എന്ന് അയാൾ ചോദിച്ചുകൊണ്ട് പിടിഞ്ഞെഴുന്നേൽക്കുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഹീറോ പറയുമ്പോൾ കുറെ നാളുകൊണ്ട് നീയൊക്കെ ഇവിടെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നിനക്കിനി ആ കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിലല്ലേ ഇവരെയും കൂടി നോക്കാൻ സാധിക്കൂ. എന്നാൽ നിനക്ക് ആ ജോലി ഇനി ഉണ്ടാവില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളാവട്ടെ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. ഹീറോ അവന്റെ ബോഡി ഗാർഡ്സിനെയൊക്കെ പറഞ്ഞിട്ടിട്ട് ഇവിടെ ആരോ ഇപ്പൊ വരുമെന്നല്ലേ പറഞ്ഞത്, ആരാണെന്നോ കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരുടെ അടുത്തും ഇരിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് അവനും സോഫയിലേക്ക് ഇരിക്കുന്നു. ഹീറോയ്ക്ക് അവളുടെ ബോയ് ഫ്രണ്ട് ആരാണെന്നുള്ള സത്യം അറിയാലോ, അതുകൊണ്ട് തന്നെ അവൻ കൂളായിട്ടാണ് അവിടെ ഇരുന്നത്. എന്റെ ഡാർലിംഗിന്റെ കൂടെ ആരാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ടാണ് അവളുടെ ബോയ് ഫ്രണ്ട് അകത്തേക്ക് കയറി വരുന്നത്. എന്റെ ചുണക്കുട്ടിയെ കണ്ടില്ലേ, എന്റെ മരുമകൻ വന്നല്ലോ എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ വല്ലാതെ അഭിമാനപ്പെടുന്നുണ്ട്. ഹീറോയെ കണ്ടിയുടഞ്ഞ് തന്നെ ആ യുവാവ് അവന്റെ കാൽക്കൽ വന്ന് മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, എന്റെ വൈഫിനോട് ഈ സത്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവൻ അപേക്ഷിക്കുന്നുണ്ട്. എന്താ നീ ഇവിടെ ഒരു പെൺകുട്ടിയെ ഗേൾ ഫ്രണ്ടായി വെച്ച് അവളെ പ്രഗ്നന്റ് ആക്കുകയും ചെയ്തു, അവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ നീ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ തന്നെ അവനോട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് രണ്ടാനച്ഛനും മകൾക്കും അവന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണെന്ന് മനസ്സിലാവുന്നത്. ഇതിനപ്പുറം എന്നെ കൊണ്ടൊന്നും മറക്കാൻ സാധിക്കില്ല. നീ രണ്ട് പെൺകുട്ടികൾക്കും രണ്ട് കുട്ടികൾക്കുമാണ് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നീ ഒരു തീരുമാനം എടുത്തോ, അല്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവനെ വിരട്ടുന്നു. ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആവട്ടെ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് നീ എന്നെ ചതിച്ചോ, എങ്ങനെ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞ് അലറി കരയുന്നുണ്ട്. കണ്ടാൽ തന്നെ വളരെ പാവം തോന്നും. രണ്ടാനച്ഛനാവട്ടെ മകൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർത്ത് നിലത്തേക്ക് തളർന്നിരിക്കുന്നുണ്ട്. മകനാണെങ്കിൽ ജയിലില്, മകൾക്കാണെങ്കിൽ ഇങ്ങനൊരു വിധിയും. ഇനി നിങ്ങൾ ജീവിച്ചാലും ഇല്ലെങ്കിലും ഇവർ രണ്ടുപേരും നിങ്ങളോടൊപ്പം ജീവിക്കില്ല എന്ന് പറഞ്ഞ ഹീറോയിന്റെ അമ്മയെയും അനിയത്തിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു. ഇപ്പോഴാണ് രണ്ടാനച്ഛന് ബോധോദയുണ്ടായത്. അയാളാവട്ടെ എന്നെ വിട്ടിട്ട് പോവരുതേ, നീ പോയാൽ എനിക്കാരാ ഉള്ളേ എന്ന് ചോദിച്ച് അവരുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോഡി ഗാർഡ്സ് അയാളെ തടയുന്നു.
പിന്നീട് 2 മാസം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന് വൊമിറ്റിംഗ് അനുഭവപ്പെടുന്നു. അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് രണ്ടുപേരും ഒരുപോലെ ആലോചിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോ ആവട്ടെ ചിലപ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരിക്കാം എന്ന് പറയുന്നു. അതിനൊരു സാധ്യതയുമില്ലെന്ന് ഹീറോയിനും പറയുന്നു. എന്നിരുന്നാലും ഹീറോയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം റിസൾട്ട് ഡോക്ടർ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവള് പ്രഗ്നന്റ് ആയിരുന്നു. അവൾ അമ്പരപ്പോടെ തന്നെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എനിക്ക് യൂട്രസിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും അതുമൂലം തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പവും അവൾക്കില്ല എന്ന്. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. കഠിനമായ വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അന്നത്തെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ രണ്ടാനച്ഛനാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അയാളുടെ മകൻ എന്തായാലും പെണ്ണ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഇത്രയും നാള് അയാളെ പറ്റിക്കുകയായിരുന്നു. അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നീ നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ആവട്ടെ അവളെ വീണ്ടും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ദയവ് ചെയ്ത് അവളെ താഴേക്ക് ഇറക്കി നിർത്ത്, അവൾ നടന്നു തന്നെ പൊക്കോട്ടെ എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഹാപ്പി എൻഡിങ്ങിന് തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ലിസി, ഫാത്തിമ, മറിയം, ഫാത്തിമ, ഫിൽസ, ഷഫ, ലൈല, ആർദ്ര, അനഘ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ടൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.